Good afternoon, sir. Yes, Nivya, good afternoon. Good afternoon, sir. Good afternoon, sir. Soumya, Akhila, good afternoon. Sangeeta, good afternoon. Good afternoon, sir. Yes, Shemima, good afternoon. Good afternoon, sir. Akhila, good afternoon. Good afternoon, sir. Vanuja, good afternoon. Johnfrey, good afternoon. Good afternoon, sir. Revati, good afternoon. Good afternoon, sir. Good afternoon. Yes. Okay, who is doing prayer? Revati, ano? ഇല്ല സർ, വേറെ ആരാണ് പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു പ്രയർ. No. വേറെ ആരോ ആണ് പറഞ്ഞിരുന്നതെന്ന് തോന്നുന്നു പ്രയർ. ഞാനല്ല, ഞാൻ സൈനിങ് ആയിരുന്നു. ഞാൻ ആരും ഇല്ല എങ്കിൽ ഞാൻ പ്രയർ സ്റ്റാർട്ട് ചെയ്യാം സർ. Now go ahead. Okay, Revati, continue. ഓം അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോ മാ അമൃതം ഗമയ. ഓം ശാന്തി. ജസ്റ്റ് അതേ ഉള്ളൂ, 2 lines ആണ്. Okay, Revati. Yes, very good. Yes. Then, thought of the day? ഞാനാണ് സർ. Yes, പറഞ്ഞോളൂ സംഗീത. ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം. തോട്ട് ഓഫ് മഹാത്മാഗാന്ധി. Very good. ഏറ്റവും നല്ലത് വികസിപ്പിക്കുക. Okay, സംഗീത. Very good. Then signing on. ഞാനാണ് രേവതി. Yes. നമുക്ക് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്നൊരു വിഷൻ ഓഫ് ഫോർ ദ ഡേ ആണ് ഞാൻ പറയുന്നത്. കൾട്ടിവേറ്റ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ചൂസ് ഹാപ്പിനെസ് ആൻഡ് റെക്കഗ്നൈസ് യുവർ പവർ ടു കൺട്രോൾ യുവർ ഓൺ ഫീലിംഗ്സ് റിഗാർഡ് എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ്. നമ്മളെ തന്നെ ഹാപ്പിനെസ്സിനെയും റെക്കഗ്നൈസ് ചെയ്യുക, അതുപോലെ പവർ ടു കൺട്രോൾ യുവർ ഓൺ ഫീലിംഗ്സിനെയും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, റിഗാർഡ്ലെസ് ഓഫ് എക്സ്റ്റേണൽ സർക്കംസ്റ്റൻസസ്. നമ്മുടെ പുറത്തുള്ള എന്ത് തന്നെ സർക്കംസ്റ്റൻസസ് ആയിരുന്നാലും നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാനും കേപ്പബിൾ ആക്കാനും നമ്മൾ ശ്രമിക്കുക. യൂസ് അഫർമേഷൻസ് ടു സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് കോൺഫിഡൻസ് സച്ച് ആസ് ഐ ആം കേപ്പബിൾ ആൻഡ് റെഡി ടു ടാക്കിൾ ടുഡേസ് ചാലഞ്ചസ്. നമ്മൾ അഫർമേഷൻസ് കൊടുക്കുക ഡെയിലി തന്നെ. നമുക്ക് തന്നെ നമ്മളൊരു മിററിൽ നോക്കിയോ അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് ഒരു കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മുടെ മോർണിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ട് വേണം ഇരിക്കാൻ കോൺഫിഡൻസോടെ. യെസ്, ഐ ആം കേപ്പബിൾ ആൻഡ് റെഡി ടു ടാക്കിൾ എനി ചലഞ്ചസ്. എന്റെ മുമ്പിൽ വരുന്ന എന്ത് ചലഞ്ചസും ഞാൻ ടാക്കിൾ ചെയ്യാൻ വേണ്ടി റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ബിലീവ് ഇൻ യുവർ എബിലിറ്റി ടു സക്സീഡ് ആൻഡ് റിമെമ്പർ ദാറ്റ് ഒബ്സ്റ്റക്കിൾസ് ആർ ഓപ്പർച്യൂണിറ്റി ടു ബിൽഡ് സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനായിട്ട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ വന്നിട്ടേ ഇരിക്കും. നമ്മളത് ബിൽഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റുന്നു. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ് എവരിബഡി. Good morning, sir. Yes, very good. Okay, Revati. Very strong and no? Yes, okay. Very good. Yes. Now, let us start. നമ്മളിപ്പോൾ പൊസിഷനാണ് നിന്നുകൊണ്ടിരുന്നത്.
അവിടെ നിൽക്കട്ടെ. ഞാൻ വേറെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പറയാം. ഓക്കെ ലേഡി, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, അഖില. അഖില ജിയ. Yes, sir. How are you, Akhila? I'm fine, sir. Thank you. Oh, very good, very good, very good. Yes. ഞാനിപ്പോ അഖിലിനോടൊരു മലയാളം വാചകം പറയുകയാണ്. അഖില പറയേണ്ടത് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയും. പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് പറയാം. പരത്തി പറയാം, ഒതുക്കി പറയാം. ഒതുക്കി പറഞ്ഞാൽ മതി. ഓക്കെ Okay, sir. ഓക്കെ. ഇപ്പോ അഖില കുട്ടികളുമായിട്ട് ഏതെങ്കിലും ഒരു പാർക്കിലേക്കോ കടപ്പുറത്തേക്കോ പോവുകയാണ്. അപ്പൊ കുട്ടികൾ ഓടുന്നത് കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയാണ് ഓട്ടം നിർത്തുക. യെസ്, എങ്ങനെ ഇംഗ്ലീഷ് പറയും? ഓട്ടം നിർത്തുക. കുട്ടികളോട് ഇംഗ്ലീഷ് പറഞ്ഞാൽ യെസ്. Stop running. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ എന്താ പറയാ, കറക്റ്റ് ആണ്. സ്റ്റോപ്പ് റണ്ണിങ്, സ്റ്റോപ്പ് റണ്ണിങ്. അങ്ങനെ ഓടിയ കുട്ടിയിൽ ഒരു കുട്ടി, അഖിലയുടെ ഒരു കുട്ടി വേറൊരു സ്ത്രീയുടെ ദേഹത്തിൽ നിന്ന് ഇടിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോ അഖില സ്വന്തം കുട്ടിയോട് പറയുകയാണ്, മാപ്പ് പറയൂ, മാപ്പ് പറയൂ. Say sorry to them. സേ സോറി. മതി. അവരുടെ മുമ്പിൽ ചിലപ്പോ സേ സോറി, സേ സോറി. കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. അപ്പോ അഖില ഉൾപ്പെടുന്ന ഒരു 10 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് ഇതൊരു ഗ്രൂപ്പാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരാള് ഉടായിപ്പാണ്. അപ്പൊ അയാളോട് അഖില പറയുന്നത് സത്യസന്ധത പുലർത്തുക, സത്യസന്ധത പുലർത്തുക. Please be honest. പ്ലീസ് ബി ഓണസ്റ്റ്. അപ്പൊ ദയവായി സത്യസന്ധത പുലർത്തുക എന്നാണെങ്കിൽ പ്ലീസ് നൂല് വരും, അല്ലെങ്കിൽ ബി ഓണസ്റ്റ്, ബി ഓണസ്റ്റ്. Honest. വെരി ഗുഡ്, വെരി ഗുഡ്. വൺ മോർ. ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്തു. 10 മണിക്ക് പോകാമെന്ന് വിചാരിച്ചു. നിങ്ങൾ 10 പേരും കൂടി 10 മണിക്ക് പോകാമെന്ന് പ്രോഗ്രാം ഫിക്സ് ചെയ്തു. 9 പേരെത്തി, ഒരാളെത്തിയില്ല. അരമണിക്കൂർ വൈകിയാണ് 10ാമത്തെ ആളെത്തിയത്. അപ്പൊ ആ 10ാമത്തെ ആളോട് ഭാവിയിലും പരിപാടികളൊക്കെ ഉണ്ടാവും, അപ്പോഴും കൃത്യസമയത്ത് വരണം എന്നുള്ള അർത്ഥത്തില് ഒരു ഉപദേശ രൂപേണ അഖില പറയുകയാണ്, കൃത്യസമയത്ത് എത്തുക. കൃത്യസമയത്ത് എത്തുക. Please be on correct time. Be on time. കറക്റ്റ് എന്ന് വേണ്ട, ബി ഓൺ ടൈം. On time. ബി ഓൺ ടൈം. ബി മീൻസ് ആയിരിക്കുക. ബി ഓൺ ടൈം ആണ്. ബി ഓൺ ടൈം. ഓക്കെ അഖില, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ബിനുകുമാർ. Sir, How are you, ബിനുകുമാർ? I'm fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഈ ഞാൻ ബിനുകുമാറിനോട് ചോദിക്കുകയാണ്. അപ്പോ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൽ 10 പേരുള്ള ഗ്രൂപ്പിൽ ബിനുകുമാർ ഉണ്ട്. അപ്പൊ ഒരാളുടെ സ്വഭാവം താങ്കൾക്ക് പിടിച്ചില്ല. അപ്പൊ അവരോട് താങ്കൾ പറയാണ് മര്യാദ പാലിക്കുക. എന്താണ് പറയുന്നത്? മര്യാദ പാലിക്കുക. യെസ്, പറഞ്ഞോളൂ. Please mind your behavior എന്ന് പറയാം sir. പറഞ്ഞോ, എപ്പോഴും വാക്കുകൾ കുറച്ച് പറഞ്ഞാൽ മതി. പ്ലീസ് മൈൻഡ് യുവർ, Keep your behavior. കീപ് യുവർ ബിഹേവിയർ അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. കുറച്ചുകൂടി ചെറുതായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാല് ബി പൊളൈറ്റ്. പൊളൈറ്റ്, മര്യാദ, ബി പൊളൈറ്റ്. ഓക്കെ 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 ഓക്കെ. യെസ്. അടുത്തത് അറിയാവുന്നതാണ്. കുട്ടികൾ ഒച്ചയുണ്ടാക്കി കഴിഞ്ഞപ്പോ അവരോട് താങ്കൾ പറയുകയാണ് മിണ്ടാതിരിക്കുക. Please quiet പറയും, silence please പറയും. ഇഷ്ടം പോലെ വാക്ക്. യെസ് യെസ്. പ്ലീസ് ഇല്ലാന്നും പറയാം, കീപ് ക്വയറ്റ് എന്ന് പറയാം, കീപ് സൈലൻസ് എന്ന് പറയാം. യെസ്, ഓക്കെ ഓക്കെ. ടീച്ചറിന് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഷട്ട് യുവർ മൗത്ത് എന്നും പറയാം. യെസ്, ഓക്കെ ഓക്കെ. അപ്പോ ബിനുകുമാറിന്റെ വീട്ടിൽ വന്ന കുറച്ച് കുട്ടികള്, അതിലൊരു കുട്ടി
നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഒരു ടോയ്സ് കണ്ടപ്പോൾ വളരെ ആഗ്രഹത്തോടു കൂടി അതിൽ നോക്കിയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ താങ്കൾക്ക് ഒരു സഹതാപം തോന്നി. ആ കുട്ടിയോട് പറയണം, എടുത്തോളൂ. അത് യു വാണ്ട് ദിസ് എന്ന് ചോദിക്കാം, അവനക്കിത് വേണോ? പിന്നെ കണ്ണിൽ നിന്ന് മനസ്സിലായി വേണം, അങ്ങനെ ആഗ്രഹം കൊച്ചുകുട്ടിയല്ലേ. അപ്പോ പറയുന്നു എടുത്തോളൂ, ഇത് എടുത്തോളൂ. ടേക്ക് ദാറ്റ് പറയില്ലേ? യെസ്. അപ്പോ കുട്ടികളായിട്ട് കടപ്പുറത്ത് പോയിരിക്കുകയാണ് താങ്കൾ. അപ്പൊ പിള്ളേര് നിയന്ത്രണം വിട്ട് ഓടി കളിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഓടി കളിച്ചോണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ കുട്ടിയോട്, അതായത് വികൃതിയായിട്ടുള്ള താങ്കളുടെ കുട്ടിയോട് താങ്കൾ പറയാണ്, എന്റെ കൈ പിടിക്കുക. Hold my hand. Very good, very good, very good. Hold my hand. Hold my hand. Very good, very good, very good. Yes, very good, very good. Yes, very good. ഞാൻ പറയും നീ വിചാരിച്ചില്ല, പറഞ്ഞു. വെരി ഗുഡ്. യെസ്. അപ്പൊ ഓക്കെ അഖില, യു ആൾസോ ഡൺ ഇറ്റ് വെരി വെൽ. ജിനു, Yes, sir. how are you, ജിനു? Thank you, sir. Sir, ഞാൻ ഇപ്പൊ ക്ലാസ് ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തിനാ അധികം പോലെ ഞങ്ങളെ കുറച്ച് മലയാളം വേർഡുകൾ ഞാൻ പറയുമ്പോൾ അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷ് വേർഡുകൾ ഒറ്റ പറഞ്ഞുകൊണ്ടിരിക്കും. രണ്ടുപേരും ഇപ്പൊ വിജയകരമായിട്ട് ദൗത്യം പൂർത്തിയാക്കി. അഖില ഉണ്ടായിരുന്നു, ജിനുകുമാർ ഉണ്ടായിരുന്നു. അടുത്ത ചാൻസ് വന്നിരിക്കുന്നത് ജിനുവിനാണ്. സിമ്പിൾ ആയിട്ടുള്ള ഭാഷ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അപ്പോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ജിനു ഉൾപ്പെടുന്ന ഒരു 10 പേര് ഒരുമിച്ച് നിന്നു. പക്ഷെ പരിപാടി വർക്കൗട്ടായി. അപ്പോ സാർ കൊച്ചു കരയാ സാർ. Yes, okay, okay. You attend your baby first. We will meet. Okay, John Fee. Yes, sir. ഇപ്പൊ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. കേൾക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് ഒന്ന് പറയാണ്, പരിപാടി നടന്നില്ല, വർക്കൗട്ടായി. നിരാശയിൽ നിന്ന് നിൽക്കുമ്പോൾ ജോൺ ഫീ പറയാണ്, വീണ്ടും എന്ത്, വീണ്ടും എന്ത്. ഇംഗ്ലീഷ് എന്ത് പറയും? വീണ്ടും എന്ത്? റിപ്പീറ്റ് എന്ന് പറയുമ്പോ ആവർത്തിക്കാന്ന് വരും. വീണ്ടും എന്ത് നമ്മളിപ്പോ പറയില്ലേ, ഇനി എന്ത് എന്നൊക്കെ ചോദിക്കൂലേ, പറഞ്ഞ വീണ്ടും എന്ത്. ആ വാക്കിനെ പറയാ എന്ത് എന്നുള്ളതിന് വാട്ട്, വീണ്ടും എന്നുള്ളതിന് എഗെയിൻ. അപ്പൊ എന്ത് പഠിച്ചാൽ മതി? യെസ്. അപ്പൊ കുറച്ച് കുട്ടികളൊക്കെ ജോൺഫിയുടെ വീട്ടിലുണ്ട്. താനിരുന്ന് അവര് കളിക്കുകയാണ്. കുറച്ച് കുട്ടികളോട് ജോൺഫി പറയാണ്, മുകളിലേക്ക് പോവുക. എന്താണ് മുകളിലേക്ക്? മുകളിലേക്ക് പോവുക എന്ന് അവരോട് ഇംഗ്ലീഷിൽ പറഞ്ഞോ? തെറ്റിക്കോട്ടെ. പോവുക എന്നുള്ളതിന് വേണ്ടി ഞാൻ സഹായിക്കാം. വാക്ക് കിട്ടുന്നില്ല. മുകളിലേക്ക് എന്ന് പറഞ്ഞ പേര് ഉപയോഗിക്കുന്നത്. ഗോ അപ്സ്റ്റേഴ്സ്. യെസ്. അടുത്ത കൂടി, ലാസ്റ്റ് വൺ. അപ്പൊ ഒരു 10 പേരുടെ ഗ്രൂപ്പാണ്. ആ 10 പേരിൽ ഒരാള് ജോൺഫി ആണ്. അപ്പൊ അതിലൊരാളുടെ മോശം സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോ അയാളോട് ജോൺഫി പറയുകയാണ്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറും. ആ ഒരാളോട് പറയുകയാണ്, ഇംഗ്ലീഷിലാണ് പറയുന്നത്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറും. Your friends be good behavior. ഒന്നുകൂടി ഒന്ന് ശരിയാക്കാൻ പറ്റും നോക്കി.
good behavior self. Yes. Okay, പറയാട്ടോ. അത് കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാല് നിങ്ങളുടെ സുഹൃത്തുക്കളോട് നല്ല രീതിയിൽ പെരുമാറുക. Be nice. N-I-C-E, nice. Be nice to your friends. Be nice to your friends എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഹൃത്തുക്കളോട് മാന്യമായി പെരുമാറുക. Be nice to your friend. Yes. Okay. പറഞ്ഞിട്ടെ ജോൺ പി, വെരി ഗുഡ്. Yes. Okay. ഞാൻ ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് നിങ്ങളുടെ ഒരു മനോമുഖരം അനുസരിച്ച്, ചിന്ത അനുസരിച്ച് നിങ്ങൾ ആ ഡാഷ് സ്ഥലത്ത് നിന്ന് ഫില്ല് ചെയ്യും. യെസ്. അപ്പൊ ആദ്യം ഫില്ല് ചെയ്ത് ടൈപ്പ് ചെയ്യുന്ന 3 പേരുടെ പേര് ഞാൻ പരിഗണിക്കുന്നതാണ്. എല്ലാം ഒന്നിനും ആൻസർ ഇല്ല. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ, എ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കും, ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കും എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാം ഫില്ല് ബ്ലാങ്ക്സ്. നിങ്ങളുടെ കുറച്ച് പൊതുബോധം, പിന്നെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള നിങ്ങളുടെ കുറച്ച് പഴയ ഒരു ഓർമ്മക്കുറിപ്പ്, അതൊക്കെ ഉള്ളവർക്ക് ഓർമ്മകള് നയവിറക്കുക, അതും കൂടിയൊക്കെയാണ് ഇതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് കംപ്ലീറ്റ്. ചോദ്യം ആർക്കെങ്കിലും പറയാം. ടൈപ്പ് ചെയ്താൽ മതി. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് രേഖപ്പെടുത്താൻ സൗകര്യമാണ്. യെസ്. അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കേൾക്കും. ആദ്യത്തെ 3 പേരെ പരിഗണിക്കുന്നതാണ്. യെസ്. The first question is this. A picture. ഇംഗ്ലീഷിലെ പറയൂ, മലയാളത്തിൽ പിന്നീട് പറയൂ, നിങ്ങൾ മനസ്സിലാക്കി തരുന്നു. A picture is worth, W-O-R-T-H. A picture is worth a dash. A picture, ക്വസ്റ്റ്യൻ പ്രാവശ്യം വേണമെങ്കിലും പറയാം. അതിന്റെ സ്പെല്ലിംഗ് അറിയാമോ അല്ലെങ്കിൽ ചോദിച്ചു പറയാം. മലയാളം പരിഭാഷ പിന്നീടാണ്. A picture is worth a dash. സംഗതി കറക്റ്റാണ് സഫീദ, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ള സാധനം അതല്ല. നോക്കട്ടെ, ആരും വന്നില്ലെങ്കിൽ ഞാൻ സഫീദിനെ പരിഗണിക്കട്ടെ. അല്ല റാസ്മിന, ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ. പ്രൈസ്ലെസ് അല്ല. ഷംന, ദിസ് ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പോ ഷംനയുണ്ട്, രേവതിനെയും പരിഗണിക്കുക. രേവതിയും ആ വാക്ക് വന്നു. വനജ, ഷംന, രേവതി, വനജ, 3 പേരെ ഞാൻ പരിഗണിച്ചിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞത് ഷംനയാണ്. എന്റെ ആൻസർ ഇതാണ്, 1000 വേർഡ്സ്. അതായത് ഒരു ചിത്രം എന്ന് പറയുന്നത് 1000 വാക്കുകളേക്കാൾ വാക്കുകൾക്കൊപ്പം വിലയുള്ളതാണ്. നമ്മൾ റോഡ് സൈഡില് സ്കൂളിന്റെ കരികത്ത് ഒരു കുട്ടി ഒരു ബാഗ് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടില്ല, ചിത്രം കണ്ടിട്ടില്ല. അത് കാണുമ്പോൾ തന്നെ ഡ്രൈവർക്ക് മനസ്സിലാവും തൊട്ടടുത്ത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുണ്ട്. വികൃതിയായ കുട്ടികളാണ്. അവർ റോഡിന് കുറുകെ ചാടാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ എഴുതി വെക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ഏതാണ്? ഒരു ചിത്രം കൊടുക്കുക. അപ്പൊ കറക്റ്റ് ആൻസർ അതാണ്. ഈസ് വർത്ത് 1000 വേർഡ്സ്. ഓക്കെ ഷംന, വെരി ഗുഡ്, കീപ് ഇറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവരി ക്ലൗഡ് ഹാസ് എ ഡാഷ്. Every cloud has a dash. സുറുമി അതല്ല, വനജ അതല്ല, റാസ്മിന അതല്ല, അഖില അതല്ല, ഷിരിജി അതല്ല, ഇമോഷണൽ അല്ല. സുറുമി ഇതൊരു പഴഞ്ചൊല്ലി പോലെ പറയുന്നത്. റാസ്മിന അതല്ല, ഒരു പഴഞ്ചൊല്ലി പോലെ പറയുന്നു. സ്റ്റോറി അല്ല സഫീദ. ശ്രീഷ്മ. ശ്രീഷ്മയാണ് പേര്. ബിനീഷക്ക് മുമ്പ് വന്നാലാണ് ഷമീമയാണോ? ശ്രീഷ്മയുമുണ്ട്, ഷമീമയുണ്ട് അല്ലെ. ശ്രീഷ്മ
ആൻഡ് ഷമീമ. ഷംന അല്ല ഷമീമ അല്ലേ? ഷംന അല്ലല്ലോ, ഷമീമ അല്ലേ? അതെ സർ. ആ ഷമീമ. ആ ഓക്കെ ഓക്കെ, ഷമീമ. ഓക്കെ, അതിന്റെ ആൻസർ ഇതാണ്, സിൽവർ ലൈനിങ്. സിൽവർ ലൈൻ. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. നിങ്ങൾ നല്ല മഴയൊക്കെയുള്ള സമയത്ത് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ആ മഴമേഘങ്ങളുടെ ഇടയിലും ഒരു സിൽവർ ലൈൻ പോലെ വെളുത്ത മേഘങ്ങൾ കാണാൻ പറ്റും. ഇത് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ വളരെ നിരാശരായിട്ട് ഇരിക്കുമ്പോഴും എവിടെയെങ്കിലും പ്രതീക്ഷയുടെ ഒരു കിരണം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഇത് ഇംഗ്ലീഷ് ഭാഷയൊക്കെ പഠിക്കുന്നത് നമ്മളത് ഹോപ്പ്, ഓക്കെ കറക്റ്റാണ്, ഒരു പ്രതീക്ഷയ്ക്ക് വൈകിട്ടതാണ്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് വൈകിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊക്കെ അറിഞ്ഞിരിക്കണ്ടോ? നമ്മൾ ഇംഗ്ലീഷൊക്കെ പറയുന്നതൊക്കെ വേറെ എവിടെയെങ്കിലും ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് than dash. It is better. It is better to be safe than dash. Cure alla Soumya. Revati Krishnan. Yes. Appo Revati Krishnan aanu ആൻസർ. രേവതി കൃഷ്ണന്റെ ആൻസർ പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞത്. ഇപ്പൊ രേവതി കൃഷ്ണൻ ഞാൻ പരിഗണിച്ചിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. യുവർ ആൻസർ ഇസ് റൈറ്റ് രേവതി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ സോറി. അതാണ് ഏറ്റവും അതിന് കറക്റ്റായ വേർഡ്. അത് സോറി അതൊന്ന് വിചാരിക്കും. ഇപ്പോ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ സോറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ സന്തോഷമാവും. അവിടെ എന്നോട് സോറി പറഞ്ഞില്ലേ എന്ന് പറയും. നിങ്ങളുടെ ഒരു ബന്ധു ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ കയറ്റി കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോക്ടർ നിങ്ങളോട് പറയാൻ സോറി. ആ സോറി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും? ഇല്ല. യെസ്. അപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ പോകുമ്പോൾ ധൃതി പിടിച്ച് സുരക്ഷിതമല്ലാതെ പോകുന്നതിനേക്കാൾ ബെറ്റർ ഏതാണ്? സോറി എന്ന് പറയിപ്പിക്കരുത്. മനസ്സിലായില്ലേ? ഡോക്ടറെ കൊണ്ട് ഇത് പറയിപ്പിക്കരുത്, സോറി ആണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ആയിരിക്കും ദാൻ സോറി. റിസ്ക് എടുക്കണ്ട എന്നാണ്. റിസ്ക് എടുക്കാന്ന് പറഞ്ഞാല് ജീവൻ നഷ്ടപ്പെടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞത്. യെസ്, ഓക്കെ. അപ്പൊ രേവതി, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ അപ്രീഷിയേറ്റ് യു. Only you told the correct answer. Yes. Boradikkunnillalo? Yes. Necessity is the mother of. Okay, Rasmina. Necessity is the mother of dash. The common ആണ്. Necessity is the mother of dash. അങ്ങനെ ശരിയാണ്. ആ വേർഡ് മാറ്റി സൂർമി. ഷംന മനോജ്. ഷംന, ശ്രീഷ്മ, രേവതി. ഷംന, ശ്രീഷ്മ ആൻഡ് രേവതി. കറക്റ്റ് ആൻസർ ആണ്. ഇൻവെൻഷൻ ആണ്. നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. നെസസിറ്റി എന്ന് പറയുന്നത് അത്യാവശ്യം. അത്യാവശ്യം എന്ന് പറയുന്നത് അമ്മയാണ്. എന്തിന്റെ അമ്മ? ഇൻവെൻഷൻ. കണ്ടുപിടുത്തത്തിന്റെ അമ്മയാണ് അത്യാവശ്യം. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തേ തീരൂ, അല്ലെങ്കിൽ അത് വേണം, അതില്ലാണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കാൻ പറ്റിയത്. ആ കണ്ടുപിടിക്കാനുള്ള കാരണം അത് ആവശ്യമായതുകൊണ്ടല്ല, അത് അത്യാവശ്യമായതുകൊണ്ടാണ്. അപ്പൊ പുതിയൊരു ടെക്നിക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. യെസ്, നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ഇൻവെൻഷൻ. യെസ്. Next question. Practice makes dash. Practice makes dash. അയ്യോ, ഷമിയുടെ മുമ്പ് പിന്നെ ആരൊക്കെയായിരുന്നു? പെട്ടെന്ന് അതിന്റെ പേരില്
പിടികിട്ടിയില്ല. ഷെമീനക്ക് മുമ്പ് ആയിരിക്കണത് ഷെമീനക്ക് മുമ്പ് വന്നാരാണ്? രേവതി, രേവതി സുറുമി, രേവതി സുറുമി അല്ലേ? രേവതി സുറുമി. ഇപ്പൊ ആരാണ്? രജിത്ത്, രജിത്ത്, രജിത ഓക്കെ. അപ്പൊ അത് ഞാൻ ഷംന മനോഹരി ഏൽപ്പിച്ചേക്കണ്ട. ഒന്ന് നോക്കിക്കോളാം ആരൊക്കെ ആദ്യം പറ്റുന്നത്. പെട്ടെന്ന് സ്പീഡിൽ പോകുമ്പോഴേ കിട്ടൂല. യെസ്, അത് ശരിയാണ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. പ്രാക്ടീസ് കൂടുന്നതോട് നമ്മൾ എന്താ പെർഫെക്റ്റ്. പ്രാക്ടീസ് ഇല്ലെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Man perfect എന്നല്ല സർ? പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് ആണ്. ശരിയാണ്. അടുത്തത്, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ഡാഷ്. Don't count, C-O-U-N-T, count your chickens, C-H-I-C-K-E-N-S, chickens before dash. Shamna Manoj, Srishma, Vinuguma. Shamna Manoj, ശ്രീഷ്മ ആൻഡ് ബിനുകുമാർ. ബിനുകുമാർ നേരത്തെ വന്നിട്ടുണ്ടായില്ല, അപ്പൊ നമുക്ക് ഇപ്പൊ പെടുന്ന കേട്ടാ. ബിനുകുമാർ കറക്റ്റ് ആൻസർ. അതിന്റെ ആൻസർ ഇതാണ്, ബിഫോർ ദ ഹാച്ച്. ഹാച്ച് എന്ന് പറഞ്ഞാൽ വിരിയുക എന്നാണ്. നമ്മൾ മലയാളത്തിൽ പറയും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് കേട്ടിട്ടില്ലേ? കുറെ കോഴിമുട്ടയും കൊണ്ട് പുള്ളി പോവുകയാണ്. അപ്പൊ പുള്ളി എന്ത് ചെയ്യാണ്? സ്വപ്നം കാണുകയാണ്. ഈ കോഴിമുട്ട അടവെച്ച് അതിന്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു, അത് എല്ലാം പിടക്കോഴിയാവുകയും അത് വീണ്ടും മുട്ടയിടുകയും അതിന്റെ മുട്ടയെടുത്ത് അടവെച്ച് വീണ്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും അതിന്റെ കുഞ്ഞുങ്ങൾ വരികയും അത് മുട്ടയിടുക. അങ്ങനെ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണൂല നമ്മള്. അതവിടെ പറയും, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ വാച്ച്. അപ്പൊ നേരത്തെ തന്നെ നമ്മള് അത് വിരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണി നോക്കാം, വിരിയാതെ നമ്മൾ എണ്ണി നോക്കിയിരുന്ന അർത്ഥം. ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. അടുത്തത് ഒരു പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും, മിക്കവാറും അനുഭവിച്ചിട്ടുണ്ടാവും. ആ കറക്റ്റ് വീട് തന്നെ വന്നാലാണ് അതേ അർത്ഥമുള്ള വേറെ വീടുകളൊക്കെ ഉണ്ട്, എന്നാലും കറക്റ്റ് വീട്. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഡാഷ്. ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഡാഷ്. എംറ്റി അല്ലേ സുറുമി? ഓ, ഷിൽജിക്ക് മുമ്പ് പറഞ്ഞത് ആരാണ്? ഷിൽജി, ഷംന. ഷിൽജിക്ക് മുമ്പ് ഷംന, ഷമീമ, ആരൊക്കെയാണ്? ഷംന ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു? ഷമീമ, ഷിൽജി. അല്ല, ഷിൽജി സ്ട്രോങ് എന്നാ പറഞ്ഞ. സ്ട്രോങ് അല്ല, ഷിൽജിയുടെ തെറ്റായിരുന്നു. അപ്പൊ ഷിൽജിക്ക് താഴെ ഷമീമ, ഷംന, സഫീദ. ഷമീമ, ഷംന, സഫീദ. സഫീദ. ആ, സദീദ. സഫീദ. ആ, സഫീദ. സഫീദ ജാസ്മിൻ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. സഫീദ നേരത്തെ വന്നിട്ടില്ല, അതാണ് വരുന്നവരുടെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ. ഫോണ്ടർ ആണ്, FONDER. ഫോണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ്, അഫെക്ഷൻ എന്നതിനാണ് അർത്ഥം. അതായത് ചില ആളുകളെ നമ്മൾ കാണാതിരിക്കുമ്പോഴാണ് എത്രമാത്രം നമ്മൾ അവരെ ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ മിസ്സാവുക എന്ന് പറയില്ലേ, ഈ സംഗതി തന്നെ. എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് വിലയുണ്ട്, പക്ഷെ കാണാതെ ആവുമ്പോൾ നമുക്ക് തോന്നും സോ വി ആർ സോ അറ്റാച്ച്ഡ് ടു ഇറ്റ്. നമ്മൾ വളരെ അറ്റാച്ച്മെന്റ് നമുക്ക് തോന്നും. അതാണ് ഈ പറയുന്നത്, ആബ്സെൻസ് മേക്സ് ഹാർട്ട് ഗ്രോ ഫോണ്ടർ. യെസ്, അനുഭവിച്ചിട്ടില്ല അറിയാം. യെസ്. അടുത്തത് ഒരു പ്രോവർബ് പോലത്തെ ഒരു വേർഡാണ്,
നിങ്ങൾ ഫില്ല് ചെയ്യാം. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. പേഴ്സൺ അല്ല, മാൻ അല്ല, റസ്മിന ഹോപ്പ് അല്ല, കിൽഡ് ഷംന. യു ആർ റൈറ്റ്. ഷംന സഫീദ. ഷംനയുടെ സഫീദയുടെ അടിയിൽ ആരായിരുന്നു? ഷംന വനജ. വനജ. യെസ്, സഫീദ. ഓക്കെ ഓക്കെ ഓക്കെ. ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. അങ്ങനെയാണ് ആ പഠിച്ചത്. യെസ്. അടുത്തത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം നമ്മൾ അത് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ടുണ്ടാവും പല ആളുകളിലേക്ക് മനസ്സിലെങ്കിലും. ചോദ്യം ഇതാണ്, എവരി ഡോഗ് ഹാസ് എ ഡാഷ്. റസ്മിന സുറുമി. സുറുമിയുടെ അടിയിൽ ആരായിരുന്നു? സുറുമി ഷിൽജി. ഷിൽജി. റംസിന അല്ല, റംസിന. റസ്മിന. എനിക്ക് ആകെ കിട്ടിയത് റാസ്മിന. ഓക്കെ ഓക്കെ. ഷിൽജി അല്ലേ? യെസ്, ഓക്കെ. ഷിൽജി. ഷിൽജി അല്ലേ അതിലൂടെ മോണാക്കിലേക്ക് അവതരിപ്പിച്ചാണ്? അതെ. യെസ് യെസ് യെസ്. ഷിൽജി. യെസ്. ഓക്കെ ഓക്കെ. ഞാൻ അന്ന് പറയാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഇന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അന്നത്തെ പരിപാടി തന്നെയായിരുന്നില്ല. യെസ്, ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Good things come to those dash. Good things come to those dash. അതല്ല ഷിൽജി? To those good അല്ല. ബിഹേവിയർ. ഷംന മനോജ്. ഷംന. എല്ലാത്തിന്റെയും ആൻസർ ഷംനയിൽ നിന്നാണ്. ശ്രീഷ്മ വനജ. ഷംന, ശ്രീഷ്മ ആൻഡ് വനജ. കറക്റ്റ് ആണ്. നോക്കിയേ, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ആർക്കാണെന്നാണ്? ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്കാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്, നല്ല കാര്യങ്ങൾ നടക്കുന്നത്. Good things come to those who wait. WAIT, wait. Yes. Next question. The grass is always greener dash. The grass is always greener dash. സുറുമി, രേവതി, സഫീദ. സുറുമി, രേവതി ആൻഡ് സഫീദ. ഓക്കെ ഓക്കെ ഓക്കെ. സഫീദ. യെസ്. ഇത് ഇക്കരെ നിൽക്കുന്നവൻ അക്കരെ പച്ച എന്നുള്ളതിന്റെ ഒരു ഇതല്ലേ അല്ലേ മലയാളത്തില്? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. നോക്കി, ഇവിടെ നിന്ന് നമ്മൾ പുഴയുടെ ഇപ്പുറത്ത് നിന്ന് നോക്കിയപ്പോ അപ്പുറത്ത് തന്നെ പച്ചപ്പ് തോന്നും. നമ്മൾ വഞ്ചിക്ക് അപ്പുറത്ത് നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാല് ഇപ്പുറത്തായിരിക്കും നല്ല പച്ചപ്പ് തോന്നും. ആദ്യം മനസ്സിലാവും. അത് തന്നെ പറയുന്നത്. The grass is always greener on the other side. On the other side. This next question. Cleanliness. CLEANLINESS. Cleanliness is next to dash. Is next to dash. രേവതി, ഷംന, ശ്രീഷ്മ. രേവതി, ഷംന, ശ്രീഷ്മ. ഞാൻ പറയുമ്പോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞു സാർ ഇന്നാലും കൂടി ഉണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. യെസ്, ഞാൻ ഇതിൻ്റെ അകത്ത് കാരണം അനുസരിച്ച് പറയാം.
യെസ്, അത് ശരിയാണ്. വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവീകത്വത്തിന്റെ അടുത്ത സ്റ്റെപ്പാണ്. അതൊരു എന്താ പറയാ, ദൈവീകത്വം. അതിന് നെക്സ്റ്റ് അതിന്റെ പ്രിലിമിനറി സ്റ്റേജ് ആണ് വൃത്തി ഉള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ദിസ് സെക്ഷൻ. Don't bite the hand dash. Don't bite the hand dash. നെയിലല്ല വിനു, മലയാളത്തിൽ അങ്ങനത്തെ കറക്റ്റ് ആയിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്. സഫീദ, രേവതി, ഷംന. സഫീദ, രേവതി ആൻഡ് ഷംന. യെസ്, അതിന്റെ ആൻസർ ഇതാണ്. Don't bite the hand that feeds you. പറയില്ലേ, പാല് തരുന്ന കൈ അതെ, പാല് കൊടുക്കുന്ന കയ്യിലാണ് അവൻ കൊത്തിയിരുന്നത്. അതിന്റെ ഇംഗ്ലീഷാണ് ഈ സംഗതി. Don't bite the hand that feeds you. ഭക്ഷണം തരുന്ന കയ്യിൽ കൊത്തരുത്. യെസ്, അതിന്റെ ഇംഗ്ലീഷാണ് ഇത്. അപ്പൊ ചോദ്യങ്ങൾ ഇനിയുണ്ട്. അപ്പൊ ഈ സെക്ഷൻ അവസാനിക്കുന്നത് ഞാൻ വേറെ മോഡലായിട്ട് പോവുകയാണ്. അപ്പൊ പക്ഷെ നിങ്ങൾക്ക് അറിയാനായിട്ടുള്ള ജിജ്ഞാസയുടെ പേരിൽ ഞാൻ വെറുതെ ഇപ്പോഴും പോയിന്റ് വെറുതെ പറയാം. ഇനിയുള്ള പോയിന്റ് പിന്നെ കൂടെ ആഡ് ചെയ്യും. രജിത 1 പോയിന്റ് ഉണ്ട്, ഷിൽജി 1 പോയിന്റ് ഉണ്ട്, റാസ്മിന 1 പോയിന്റ് ഉണ്ട്, ബിനുകുമാർ 1 പോയിന്റ് ഉണ്ട്, സബീദ 4 പോയിന്റ് ഉണ്ട്, സുറുമി 3 പോയിന്റ് ഉണ്ട്, ഷമീമ 3 പോയിന്റ് ഉണ്ട്, ശ്രീഷ്മ 5 പോയിന്റ് ഉണ്ട്, വനജ 3 പോയിന്റ് ഉണ്ട്, രേവതി 7 പോയിന്റ് ഉണ്ട്, 7 പോയിന്റ്, ഷംന 8 പോയിന്റ് ഉണ്ട്. ഇതാണ് നമ്മൾ പോയിന്റ് നിലവാരം നിൽക്കുന്നത്. അവിടെ നിൽക്കട്ടെ, ഞാൻ അതിന് കൂടെ എഴുതാം, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് വീണ്ടും എഴുതിട്ട് വരുന്നുണ്ട്. യെസ്, ഓക്കെ. ഞാനിനി മിസ്പ്ലക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെല്ലിംഗ് പറയും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പർ ക്യാപിറ്റൽ ലെറ്ററിൽ കുറച്ച് അകത്തി ഈ വേർഡുകൾ എഴുതുക. കുറച്ച് അകത്തി ഈ വേർഡുകൾ എഴുതുക. യെസ്, ഞാൻ പറയാം. എഴുതിക്കോ. R A L U E N B G. സാർ ഒന്നുകൂടെ പറയാവോ? ഇത് G കഴിഞ്ഞിട്ട് U. ഞാൻ ഒന്നുകൂടി പറയാം, നോക്കിക്കട്ടെ. R A L U E N B boy G U. നിങ്ങൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് തെറ്റിക്കെടുക്കുകയാണ്. ഇന്ന് റെഡിയാക്കി വെക്കുക. അങ്ങനെ റെഡിയാക്കുമ്പോൾ യു വിൽ ഗെറ്റ് ദ നെയിം ഓഫ് എ പ്ലേസ്. അതാണ് എന്റെ ക്ലൂ. ഇതൊരു സ്ഥലത്തിന്റെ പേരാണ്. ഞാൻ പറയാൻ പോണത് വനജ, യെസ്. അപ്പൊ വനജ മാത്രമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വന്നത്. അപ്പൊ വനജയ്ക്ക് ഞാൻ ഇവിടെ പോയി. വനജയുണ്ട്, റാസ്മിന, സുറുമി. വനജ, റാസ്മിന ആൻഡ് സുറുമി. യെസ്, സുറുമി. യെസ്, അപ്പൊ അവർക്ക് പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ജോൺഫി, ദ ആൻസർ ഈസ് ബാംഗ്ലൂരു. യെസ്, അടുത്ത സ്ഥലം. അപ്പോ ഞാൻ പറയുന്നത് മിസ്പ്ലറ്റായ എല്ലാ വാചകവും ദാറ്റ് ഈസ് ഒരു നെയിം ഓഫ് എ പ്ലേസ് ആണ്. അപ്പൊ വേറെ നിങ്ങൾ ആലോചിച്ച് പോകണ്ട, പ്ലേസ് വെച്ച് ആലോചിച്ചാൽ മതി. അടുത്തത് I P R U J A. ബിനുകുമാർ, വനജ, സുറുമി. ബിനുകുമാർ, വനജ, സുറുമി.
യെസ്, ഓക്കെ 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 ഓക്കെ. ഈ മെത്തേഡില് വനജക്കാണ് എക്സ്പെർട്ട് എന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് LHI DE. ബിനുകുമാർ, ജോൺഫി. ബിനുകുമാർ, ജോൺഫി അടിയിൽ ആരായിരുന്നു? റസ്മിന. ബിനുകുമാർ, ജോൺഫി. രശ്മിത. സർ ശ്രേഷ്മ അല്ലേ? രേഷ്മ. വിനുകുമാർ, ജോൺഫി, ശ്രേഷ്മ. ശ്രീഷ്മ. ശ്രേഷ്മയാണ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ്. ടൈപ്പ് ചെയ്തിട്ടാലും മതി. ശരി ശരി ശരി. ഞാൻ ശ്രീഷ്മ കിട്ടുന്നുണ്ടേ. നോക്കാം. അടുത്തത് RISAVANA. ഷംന, റാസ്മിന, സൗമ്യ. ഷംന, റാസ്മിന ആൻഡ് സൗമ്യ. സൗമ്യ നേരത്തെ വന്നിട്ടില്ല അല്ലേ? യെസ്, ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വാരണാസി. യെസ്, ഓക്കെ. അടുത്തത് RUSTA. ഓ, ഷംന കറക്റ്റ് ആയിട്ടില്ല. ഡി ഉണ്ടായില്ല നമ്മുടെ. RUST 10 DA. ഡി അല്ല, ടി ആണ്. സർ ഒന്നുകൂടി പറയോ? RUSP ST A. ഓ, അപ്പൊ യു വന്നിട്ടില്ലല്ലോ വനജ. ജോൺഫി, യു വന്നില്ലല്ലോ. ആസ്റ്റർ മെഡിസിറ്റി എന്നൊക്കെ പറയാം. ഷിൽജി ഒന്നും കൂടി കറക്റ്റ് ചെയ്ത്. ബിനുകുമാർ കറക്റ്റ് ആൻസർ. ബിനുകുമാർ, സഫീദ, ബിനുകുമാർ, സഫീദ. പിന്നെ സഫീദയുടെ അടിയിൽ ആരായിരുന്നു? സൗമ്യ. സൗമ്യ. യെസ്, ഓക്കെ, കറക്റ്റ് ആണ്. അടുത്തത് സൂററ്റ് ആണ്. ബി ബോയ്. BPOHL. ABPOHL. രാസ്മിന, ഷിൽജി, രേവതി. രാസ്മിന, ഷിൽജി, രേവതി. That is the correct answer. The answer is Bhopal.
യെസ്. ഞാൻ പറയാൻ പോകുന്നത് ഞാൻ കുറച്ച് ഐക്കോണിക് ക്യാരക്ടർ പറയാം. ഐക്കോണിക് ക്യാരക്ടർ നിങ്ങൾ പറയേണ്ടത് അത് ഏത് സിനിമയുടെ ആയിരുന്നു എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ പറയണം വാറുണ്ണി എന്ന് പറയണം. അപ്പൊ നിങ്ങൾക്കറിയാം ഇത് മൃദയ എന്ന് പറയുന്ന സിനിമയിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് വാറുണ്ണി. അതുപോലെ I am going to tell you some iconic character. You should tell the name of that film. ഏത് സിനിമയിലാണ് ആ ക്യാരക്ടർ വന്നേക്കണെന്ന് പറയുന്നത്. അത് ഹിന്ദി ആവാം, മലയാളം ആവാം, തമിഴാവാം. യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അതിൻ്റെ അകത്തുള്ള നിങ്ങൾ പ്രാവീണ്യം കൂടി നോക്കിയാണ്. ഇംഗ്ലീഷ് അറിയാൻ വേണ്ടിയിട്ടാണ്, ചിലപ്പോൾ പഠിക്കില്ല. ചോദ്യം ഇതാണ്. മുഖാംബോ, MUKAMBO ഏത് സിനിമയിലെ ക്യാരക്ടറാണ് പറയുന്നത്? മുഖാംബോ ഒരു ഹിന്ദി ഫിലിമിലെയാണ്. യെസ്, ഒരു ഹിന്ദി ഫിലിമാണ്. ഫിലിം നെയിം കിട്ടുന്നില്ല. അല്ലെന്ന് തോന്നുന്നു. ഷോലല്ല. രേവതി ആലോചിച്ച് ഷോലല്ല. ഷോലല്ല. അതാണ് ഷോലല്ല. മുഖാംബോ. പറഞ്ഞോ. മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി ഫിലിം അല്ലേ സർ? വെരി ഗുഡ്, വെരി ഗുഡ്. സംഗീത, യു ആർ റൈറ്റ്. കറക്റ്റ് ആൻസർ ആണ്. യെസ്. താങ്ക് യു സർ. ഓക്കെ. അപ്പൊ സംഗീതക്ക് നമുക്ക് കൊടുത്തു മിസ്റ്റർ ഇന്ത്യ. ആ സിനിമയുടെ പേരല്ലേ മിസ്റ്റർ ഇന്ത്യ. യെസ്. എഴുതുകയാണെങ്കിൽ നമുക്ക് 3 പേർക്ക് പെടുത്താം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരാളെ പോയിന്ന് മാത്രമേ ഉള്ളൂ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The iconic character is Gabbar Singh. GABBR. ഷോലെ സർ. ഷോലെ. യെസ്. പിന്നെ ഷോലെന്ന് അറിയാമായിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നോ വേറെ? എനിക്കറിയായിരുന്നു സർ. ഓക്കെ. ടൈപ്പ് ചെയ്തു കേട്ടാ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും. അപ്പൊ ഇത് ഞാൻ ഏമതിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഷോലെ. യെസ്. അപ്പൊ വേറെ ആൾക്ക് ചാൻസ് നഷ്ടപ്പെടില്ല. യെസ്. അപ്പൊ അതുകൊണ്ട് ടൈപ്പ് ചെയ്തോളൂ. അപ്പൊ ഗബ്ബർ സിംഗ്, ഷോലെ. നെക്സ്റ്റ് ഐക്കോണിക് ക്യാരക്ടർ ഈസ്, ഇതൊക്കെ ചിലപ്പോൾ ചില PSC കേക്ക് പോയിട്ടോ. നിങ്ങൾ അത് അങ്ങനെ നെഗ്ലക്ട് ചെയ്ത് കളയണ്ട. രാജ കൃഷ്ണപ്രിയ ബൈറ. BAIRYA. രാജ കൃഷ്ണപ്രിയ ബൈറിയ. ബാഹുബലിയാണോ സർ? അല്ല. ഇതൊരു അബ്രിവേഷൻ പോലെ വന്ന സിനിമയിൽ അബ്രിവേഷൻ. സർ ഡോക്ടർ അംബേദ്കർ എന്ന് പറഞ്ഞ ഫിലിമിലെ വല്ല പേരാണോ സർ? വനജ പറഞ്ഞു കറക്റ്റ് ആൻസർ. വനജ കറക്റ്റ് ആൻസർ വന്നിട്ടുണ്ട് കേട്ടോ. വനജ. KGF ആ സിനിമയുടെ പേര് അതായിരുന്നു. KGF. യെസ്. ഓക്കെ. അടുത്തത് ഏത് പോലീസുകാരൻ അറിയാവുന്ന സംഗതിയാണ്. നെയിം ഓഫ് ദി ക്യാരക്ടർ ഈസ് ദേവസേന. നെയിം ഓഫ് ദി ക്യാരക്ടർ ബാഹുബലി. സംഗതി കറക്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും പറയുമ്പോഴാണ്. സഫീദ എഴുതിയിട്ടുണ്ടായിരുന്നു. സഫീദക്ക് മുന്നേ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ ലിനി. ലിനി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും പോയിന്റ് കൊടുത്തോ? എല്ലാരും സഫീദ, ലിനി. അല്ല, ഒന്നുകൂടി പറയൂ സഫീദ. ഞാൻ സഫീദക്ക് കൊടുത്തു, ലിനി കൊടുത്തു. ആരാണ് അടുത്തത്? അഖില സുറുമി സഫീദ ആണ്. അഖില, സോണി എല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ? അഖില, പിന്നെ സുറുമി ഉണ്ടായോ? സുറുമി സഫീദ. Yes. Okay. Yes. Next question. The name of the character is Circuit. CIRCUIT.
CUIT, circuit. Name of the character is circuit. CIR CUIT. CIR CUIT. എന്താണ് ബിനീഷ പറഞ്ഞേ? യെസ്. ആസിഫ് അലി ആണോ? ആസിഫ് അലി അല്ല, ആസിഫ് അലി അപ്പൊ അയാൾ അഭിനയിച്ച ആളായിരിക്കും. ഡ്രാമല്ല, സർക്യൂട്ട്. ആ ക്യാരക്ടർ ഏത് സിനിമയിലെന്നാ വേണ്ടത്? ആ സിനിമയുടെ പേരിന്റെ അവസാനം ഒരു മെഡിക്കൽ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു. വനജ, യു ആർ റൈറ്റ്. വനജക്ക് കുറച്ച് സിനിമയെ കുറിച്ച് അറിയാൻ തോന്നുന്നു അല്ലേ? യെസ്. കഴിഞ്ഞ പ്രാവശ്യം വനജയാണ് ആ KGF എന്നുള്ള പേര് പറഞ്ഞത്. യെസ്. അതിന്റെ സിനിമയുടെ പേര് മുന്നാബായി MBBS. മുന്നാബായി MBBS. രേവതി ആൻഡ് ബിനുകുമാർ. രേവതിനെ ബിനുകുമാറിനോട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മഹാവീർ സിംഗ് ഫോഗോട്ട്. PHOGOT. മഹാവീർ സിംഗ് ഫോഗോട്ട്. ഇതാണ് ക്യാരക്ടർ. ഏത് സിനിമയാണ്? മഹാവീർ സിംഗ് ഫോഗോട്ട്. അപ്പൊ ആരും ഉത്തരം പറയാനില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയാണ്. നെയിം ജോൺ രേവതി. ജോൺ ഫി രേവതി. കറക്റ്റ് ആൻസർ. ജോൺ ഫി ആൻഡ് രേവതി. രേവതി എവിടെ? രേവതി ആൻഡ് സഫീദ. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഡങ്കൽ. ഓക്കെ, കറക്റ്റ്. യെസ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കാരണം അതിനകത്തൊരു മലയാളിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നെയിം ഓഫ് ദ ക്യാരക്ടർ ഈസ് ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ടൈഗർ മുത്തുവേൽ പാണ്ഡ്യൻ. ജോൺ ഫി, രാസ്മിന, സംഗീത. ജോൺ ഫി, രാസ്മിന ആൻഡ് സംഗീത. കറക്റ്റ് ആൻസർ ആണ്. നെയിം ഓഫ് ദ ഫിലിം ഈസ് ജയിലർ. ജയിലർ. അടുത്തതും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ പേര് ഇതാണ്, ചതിയൻ ചന്തു. ചതിക്കാത്ത ചന്തു. ചതിയൻ ചന്തു. അതല്ല, വടക്കൻ വീരകഥയാണ് സാറേ. വടക്കൻ വീരകഥ. ഒരു വടക്കൻ വീരകഥ. ഒരു വടക്കൻ വീരഗാഥ. ഓ, ആരാ പറഞ്ഞത്? സംഗീത. 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 ശ്രീഷ്മ. സാറേ ഞാൻ പറഞ്ഞു പഠിക്കാൻ ഇത്തിരി സമയം ടൈപ്പ് ചെയ്യാൻ സമയം എടുക്കണ കാരണം. സംഗീത. അത് ആദ്യം എഴുതിയേക്കട്ടെ. സംഗീത, ശ്രീഷ്മ, പിന്നെ ഒരാളുടെ പേരും പറഞ്ഞല്ലേ? സാർ ഞാൻ വനജ. വനജയും ജോഫിയും പറഞ്ഞു സാർ, പെട്ടെന്ന് പറഞ്ഞു. ജോഫി. ജോഫി. ഓക്കെ ഓക്കെ. വനജയും ജോഫിയും പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ 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 ഓക്കെ. ടൈപ്പ് ചെയ്യാൻ സമയം എടുക്കും. എന്തോ ടൈപ്പ് ചെയ്യായിരുന്നതായിരുന്നു, കുറച്ച് നീണ്ട പേരാകൊണ്ടേ അപ്പൊ പറയണ്ടെന്ന് പറഞ്ഞോണ്ട് ടൈപ്പ് ചെയ്യായിരുന്നത്. ഒരു വടക്കൻ മതി, അത്രയും കിട്ടിയാൽ മതി. വായിക്കാനല്ലേ? യെസ്. അത് ചെറിയ പേരുള്ള സിനിമയുടെ പേര്. നെയിം ഓഫ് ദ ക്യാരക്ടർ ഈസ് ജോർജ് കുട്ടി. സാർ ദൃശ്യം. അഖില. അഖിലക്കും ബിനുകുമാറും മുമ്പ് ആരായിരുന്നു? അഖില. ഞാൻ പറഞ്ഞു സാർ ബിനിഷ. ബിനീഷ. ബിനീഷ ടൈപ്പ് ചെയ്യൂ.
യെസ് ബിനീഷിനെ പഠിക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് അതാവുമ്പോ കറക്റ്റ് ആ ലൈനിൽ വരുമല്ലോ. യെസ് ഓക്കെ 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 ഓക്കെ. ജോർജ് കുട്ടിയാണ്. അല്ലെ ജോർജ് കുട്ടി ദൃശ്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് സിമ്പിൾ ആണ്. റെമോ റാംപ് വാക്ക് മോഡൽ. റെമോ റാംപ് വാക്ക് മോഡൽ. നെയിം ഓഫ് ദി ഫിലിം. യെസ് റാസ്മിനക്കും മുകളിൽ ആരൊക്കെയുണ്ടായിരുന്നു? സഫീദ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടുപേരല്ലേ, ഒരാൾ കൂടി ഉണ്ടായിരുന്നില്ല. ബിനുകുമാർ ഓക്കെ ഓക്കെ സൗമ്യ. ഓക്കെ. അടുത്തത് നെയിം ഓഫ് ദ ക്യാരക്ടർ ഈസ് താനോസ്. THANOS. താനോസ്. വിച്ച് ഈസ് ദ ഫിലിം? സുറുമിയ പിന്നെ പഠിത്ത സുറുമി, ഷിൽജി, ശ്രീഷ്മ. സുറുമി, ഷിൽജി, ശ്രീഷ്മ. ശരിക്കും ആ സിനിമയുടെ പേര് അവഞ്ചർ എന്നാണ്. അവഞ്ചർ. 5 സ്പെല്ലിംഗ് ചിലപ്പോൾ അടിച്ചപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഉൾപ്പെടുത്തി. അടുത്തോട്ടോട് ചോദിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നീളമുള്ള പേരാണ്. മാക്സിമസ് ഡെസിമസ് മെറിഡിയൂസ്. ഇതാണ് ആ ക്യാരക്ടറിന്റെ പേര്. മാക്സിമസ് ഡെസിമസ് മെറിഡിയൂസ്. യെസ്. സാർ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിപ്പോയതാണ്. ഞാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു. അവഞ്ചേഴ്സ് അല്ല ഉദ്ദേശിച്ചത്. അല്ല രേവതി. യെസ് മാക്സിമസ് ഡെസിമസ് മെറിഡിയസ്. ഈ ഒരു ക്ലൂ ഇട്ടേക്കാം. ജി വെച്ചിട്ടാണ്. ജി. നെയിം ഓഫ് ദ ഫിലിം ജിയിലാണ് ആരംഭിക്കുന്നത്. ജി. ആർക്കെങ്കിലും ഇനി? ഗ്ലാഡിയേറ്റർ. ഓക്കെ സഫീദ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത് ഓക്കെ. രാസ്മിന. ഓക്കെ. യെസ് അവസാനിപ്പിക്കുകയാണ്. യെസ് ഓക്കെ. ജോൺ ഫി ഉണ്ട് അല്ലെ? ഓക്കെ 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 ഓക്കെ. യെസ് 3 പേരെ. യെസ്. അപ്പൊ ഞാൻ നിങ്ങളുടെ ആ ഐക്യവും കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി വെറുതെ ചോദിച്ചതാണ് ഈ കാര്യങ്ങള്. അപ്പോ ആരെയും ഇതിനകത്ത് നമ്മള് പോയിന്റ് കുറഞ്ഞ ഒരു വിഷമം വിചാരിക്കണ്ട. ചിലപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള വേഗത കുറവുകൊണ്ട് പോയിന്റ് കുറഞ്ഞു പോവാം. അതുകൊണ്ട് അതൊന്നും വിഷമം വിചാരിക്കേണ്ട. അത് വിട്ട് കളഞ്ഞേക്കും. നോ പ്രോബ്ലം. യെസ്. ഓക്കെ രേവതി. ബിനീഷ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. രജിത 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ലിനി 1 പോയിന്റ്. ഓക്കെ സുറുമി 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അഖില 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സൗമ്യ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഷിൽജി 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. സംഗീത 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഷമീമ 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി ജോൺഫിക്ക് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. റാസ്മിനക്ക് 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. ബിനുകുമാറിനും 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. ശ്രീഷ്മയ്ക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ്. വനജയ്ക്കും എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ട്? 8 പോയിന്റ് തന്നെ കിട്ടിയിട്ടുണ്ട്.
വനജയ്ക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത 2 പേർക്ക് ഓരോ പോയിന്റാണ്. അവരാണ് റണ്ണറപ്പ്. ഒന്ന് ഷംനക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഫീദയ്ക്കും 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്, അടുത്തതാണ് ടോപ്പ് സ്കോറർ രേവതിക്ക് 11 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യു ഹാവ് ഗോട്ട് 11 പോയിന്റ്. പോയിന്റ് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും കൂടുതൽ കിട്ടിയവർക്കും കുറച്ച് കിട്ടിയവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. വെങ്കലം കിട്ടി സർ, വെങ്കലം മെഡൽ കിട്ടി. വെങ്കല മെഡൽ കിട്ടി, 3rd കിട്ടി. Yes, okay, no problem. Yes, okay, don't do it. Yes, okay, we will meet in the next class. Bye. Thank you, Thank you, sir. Okay. Thank you, sir. Okay.